കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർ കുറച്ചുപേരുണ്ടാവുമെന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഒരു ചെറിയ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഈ കഥകളിലൂടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ കഥ മാത്രമല്ല, കുറച്ച് വർത്തമാനവും ഒക്കെ ഉണ്ട് അവസാനം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് കിടക്കാം. ഇന്നത്തേത് ഞാനൊരു ജാതക കഥയാണ് പറയുന്നത്. അപ്പോൾ കേട്ടോളൂ. ബോധിസത്വൻ ശിഷ്യന്മാർക്ക് ഗുണപാഠ കഥകളിലൂടെ ഉപദേശം നൽകുക പതിവായിരുന്നു. ബോധിസത്വൻ എന്ന് പറഞ്ഞാൽ ബുദ്ധൻ്റെ ഒരു ജന്മമാണ്. ഒരിക്കൽ അദ്ദേഹം സൗഹൃദത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ഒരു കഥ പറഞ്ഞു. അപ്പോൾ ആ കഥ ഇങ്ങനെയായിരുന്നു. പണ്ട് ഒരു തടാക തീരത്ത് ഒരു പരുന്ത് താമസിച്ചിരുന്നു. അവന് സുഹൃത്തുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. തനിച്ചായിരുന്നു ജീവിതം. ഒരിക്കൽ അവൻ ഒരു പെൺപരുന്തിനെ കണ്ടുമുട്ടി. അവന് അവളെ വളരെ ഇഷ്ടമായി. അവളോട് അവൻ പറഞ്ഞു, നിനക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാം. അവൻ പെൺപരുന്തിനോട് പറഞ്ഞു, എനിക്ക് സമ്മതമാണ്, പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയാനുണ്ട്. നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്? അവൾ ചോദിച്ചു. ആ ചോദ്യത്തിന് മുമ്പിൽ അവൻ സ്തംഭിച്ചു നിന്നു. എനിക്ക് സുഹൃത്തുക്കളായി ആരുമില്ല. വിഷമത്തോടെ അവൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ആദ്യം സുഹൃത്തുക്കളെ ഉണ്ടാക്കിയിട്ട് വരൂ, എന്നിട്ട് നമുക്ക് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. ആൺപരുന്ത് സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. അവൻ ആദ്യം കണ്ടുമുട്ടിയത് ഒരു ആമയായിരുന്നു. ആമേ, നിനക്കെൻ്റെ ചങ്ങാതിയാകാമോ? അവൻ ആമയോട് ചോദിച്ചു. അതിനെന്താ, ഞാൻ നിന്റെ ചങ്ങാതിയാകാം, ആമ സമ്മതിച്ചു. പിന്നീട് അവൻ കണ്ടുമുട്ടിയത് ഒരു മീൻകൊത്തിയായിരുന്നു. അവൻ മീൻകൊത്തിയോട് ചോദിച്ചു, സുഹൃത്തെ, നിങ്ങൾക്കെൻ്റെ ചങ്ങാതിയാകാമോ? തീർച്ചയായും, നമുക്ക് സ്നേഹത്തോടെ നല്ല കൂട്ടുകാരായി കഴിയാം, മീൻകൊത്തി സമ്മതിച്ചു. പരുന്തിന് സന്തോഷമായി. അവൻ കാട്ടിലൂടെ പറന്നു നടക്കുമ്പോൾ ഒരു സിംഹത്തെ കണ്ടു. സിംഹത്തെയും ചങ്ങാതിയാക്കിയാൽ കൊള്ളാമെന്ന് പരുന്തിന് തോന്നി. അവൻ സിംഹത്തിൻ്റെ അടുത്ത് ചെന്നു. അങ്ങയെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങേക്ക് എൻ്റെ സുഹൃത്തായി സ്വീകരിക്കാമോ? പരുന്ത് ചോദിച്ചു. സിംഹത്തിന് പരുന്തിനെ ഇഷ്ടമായി. പറക്കാനറിയാവുന്ന ഒരു കൂട്ടുകാരുണ്ടാവുക എന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഇന്നു മുതൽ നമ്മൾ നല്ല കൂട്ടുകാരായിരിക്കും. സിംഹം പരുന്തിന് കൈ കൊടുത്തു. പരുന്ത് പെൺപരുന്തിൻ്റെ അരികിലേക്ക് ആനന്ദത്തോടെ പറന്നു ചെന്നു. എനിക്കിപ്പോൾ 3 ചങ്ങാതിമാരുണ്ട്, ആൺപരുന്ത് പറഞ്ഞു. എങ്കിൽ തീർച്ചയായും ഞാൻ കല്യാണത്തിന് തയ്യാറാണ്, പെൺപരുന്ത് സമ്മതിച്ചു. താമസിയാതെ അവർ വിവാഹിതരായി. തടാകക്കരയിലെ ഒരു മരത്തിന് മുകളിൽ പുതിയൊരു കൂടുകൂട്ടി താമസമാക്കി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ഏതാനും കുഞ്ഞുങ്ങളുണ്ടായി. അവർ അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞു വരുമ്പോൾ ഒരു ദിവസം 3 വേട്ടക്കാർ തടാകക്കരയിൽ വന്നു ചേർന്നു. വിശ്രമിക്കാനായി അവർ പരുന്തുകൾ താമസിക്കുന്ന മരച്ചുവട്ടിൽ ചെന്നിരുന്നു. സന്ധ്യയായപ്പോൾ കൊതുകുകളുടെ ശല്യം ആരംഭിച്ചു. അവയെ തുരത്താൻ വേട്ടക്കാർ കരിയിലെയും ചുള്ളികളും കൂട്ടിയിട്ട് തീ കത്തിച്ചു. കരിയും പുകയും ചൂടും കൂട്ടിലുണ്ടായിരുന്ന പരുന്തിൻ കുഞ്ഞുങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കി. അവ ഉറക്കെ കരയാൻ തുടങ്ങി. വേട്ടക്കാർ അത് കേട്ടു. ഈ മരത്തിൽ കിളിക്കൂടുണ്ടെന്ന് തോന്നുന്നു, ഒരു വേട്ടക്കാരൻ പറഞ്ഞു. എങ്കിൽ നമുക്കവയെ പിടിച്ച് ചുട്ടു തിന്നാം. രണ്ടാമൻ ഉത്സാഹത്തോടെ ചാടി എഴുന്നേറ്റു. നമുക്ക് തീ നല്ലതുപോലെ കത്തിക്കാം. പക്ഷിക്കുഞ്ഞുങ്ങൾ ശ്വാസം മുട്ടി താഴേക്ക് ചാടും. മൂന്നാമൻ ചുള്ളിക്കമ്പുകളും കരിയിലകളും കൊണ്ടുവന്ന് തീയുടെ ശക്തി കൂട്ടി. പരുന്തുകൾ ഭയന്നു പറച്ചു. നമ്മൾ അപകടത്തിലാണ്. കൂട്ടുകാരോട് വേഗം സഹായത്തിനെത്താൻ പറയൂ, പെൺപരുന്ത് ആൺപരുന്തിനോട് പറഞ്ഞു. അവൻ വേഗം പറന്നു ചെന്ന് മീൻകൊത്തിയോട് വിവരം പറഞ്ഞു. നീ പേടിക്കണ്ട, ഞാൻ ആ വേട്ടക്കാരെ ഒരു പാഠം പഠിപ്പിക്കാം. മീൻകൊത്തി മരത്തിനടുത്തേക്ക് ചെന്നു. അപ്പോഴേക്ക് തീ വളർന്ന് പരുന്തിൻ്റെ കൂടുവരെ എത്താറായി കഴിഞ്ഞിരുന്നു. മീൻകൊത്തി വെള്ളത്തിൽ മുങ്ങി വന്ന് തൻ്റെ തൂവലിലെ വെള്ളം തീയിൽ കുടയാൻ തുടങ്ങി.
കുറച്ച് കഴിഞ്ഞപ്പോൾ തീനാളങ്ങൾ താഴ്ന്നു. അത് കണ്ടപ്പോൾ വേട്ടക്കാർ വീണ്ടും തീ കത്തിക്കാൻ ശ്രമിച്ചു. മീൻകൊത്തി പിടികൊടുത്തില്ല. അവൻ തീയിൽ വീണ്ടും വീണ്ടും ചിറകിൽ നിന്ന് വെള്ളം കുടഞ്ഞു വീഴ്ത്തി തീ കെടുത്തിക്കൊണ്ടിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ മീൻ കൊത്തി തളർന്നു. അത് സ്വാഭാവികമാണ്. ഇത്ര നേരമൊന്നും പറഞ്ഞാണ് ഈ ഒരു ജോലി ചെയ്യുക. അവൻ തളർന്ന അവശനായി. അത് കണ്ട പെൺപരുന്ത് ആൺപരുന്തിനോട് പറഞ്ഞു, മീൻ കൊത്തി തളർന്നു, വേഗം ചെന്ന് ആമയോട് പറയും. അവൻ ഉടൻ തന്നെ ആമയെ കണ്ട് വിവരം പറഞ്ഞു. പേടിക്കണ്ട, ദാ ഞാൻ എത്തിക്കഴിഞ്ഞു, നീ പുറപ്പെട്ടോളൂ, നിന്റെ പുറകെ ഞാനുണ്ട്. ആമ മരത്തിനടുത്തേക്ക് ഇഴഞ്ഞു ചെന്നു. ദേ നോക്കിക്കേ, അവിടേക്ക് നോക്കൂ, അതാ അവിടെ ഒരു വലിയ ആമ. അത് ശരിയാണല്ലോ, ഒരു വലിയ ആമയാണല്ലോ. ആമയുടെ വലിപ്പം കണ്ട് വേട്ടക്കാർക്ക് സന്തോഷമായി. നമുക്കെന്തിന് കിളിക്കുഞ്ഞുങ്ങൾ, ഇവനെ ചുട്ട് വയറ് നിറയെ തിന്നാം. വേട്ടക്കാർ ഉത്സാഹത്തോടെ ആമയുടെ കാലിൽ കയർ കൊണ്ട് കെട്ടി പിടിച്ചു വലിച്ചു. പക്ഷേ ആമ ശക്തനായിരുന്നു. അവരെ വലിച്ചുകൊണ്ട് അത് തടാകത്തിലേക്ക് ഇറങ്ങിപ്പോയി. വേട്ടക്കാർ 3 പേരും വെള്ളത്തിൽ വീണു. നീന്തലറിയാത്ത അവർ കുറേ ബുദ്ധിമുട്ടിയാണ് കരയ്ക്ക് കയറിയത്. തണുത്ത് വിറച്ച് വേട്ടക്കാർ വീണ്ടും തീ കൂട്ടി. ആ ആമയെ പിടിക്കാൻ അത്ര എളുപ്പമല്ല, നമുക്ക് ആ പക്ഷിക്കുഞ്ഞുങ്ങളെ തന്നെ പിടിച്ചു തിന്നാം, വേട്ടക്കാർ തീരുമാനിച്ചു. അത് കേട്ട് പരുന്ത് ഇനി എന്താണൊരു വഴിയെന്ന് ആലോചിച്ചപ്പോഴാണ് കൂട്ടുകാരനായ സിംഹത്തെ ഓർമ്മ വന്നത്. അവൻ അതിവേഗത്തിൽ സിംഹത്തിൻ്റെ അടുത്തെത്തി വിവരം പറഞ്ഞു. വേട്ടക്കാരോ, എവിടെയാവന്മാർ? ദേഷ്യത്തോടെ അലറിക്കൊണ്ട് സിംഹം പരുന്തിനോടൊപ്പം പാഞ്ഞു. ഓടിവരുന്ന സിംഹത്തെ കണ്ട വേട്ടക്കാർ ഭയന്നു. അവർ ആയുധങ്ങൾ പോലും എടുക്കാൻ മറന്നു. ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ ഓടി. പരുന്തുകൾക്ക് വളരെ സന്തോഷമായി. അവർ കൂട്ടുകാർക്ക് നന്ദി പറഞ്ഞു. സൗഹൃദത്തിൻ്റെ ഗുണം എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്, പരുന്ത് ഭാര്യയോട് പറഞ്ഞു. ഇത്രയുമാണ് കഥ. കഥ എല്ലാവരും കേട്ട് കഴിഞ്ഞു. ഒരാൺപരുന്ത് പെൺപരുന്തിനോട് വിവാഹ അഭ്യർത്ഥന നടത്തുകയാണ്. അപ്പോൾ പെൺപരുന്ത് പറയുന്ന ഒരാവശ്യമേ ഉള്ളൂ, ആവശ്യത്തിന് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കണം. എത്ര സുഹൃത്തുക്കൾ ഉണ്ടെന്നാണ് പെൺപരുന്ത് ചോദിച്ചത്. സുഹൃത്തുക്കളില്ലെന്ന് പറയുമ്പോൾ ആദ്യം സുഹൃത്തുക്കളെ ഉണ്ടാക്കിയിട്ട് വരൂ, എന്നിട്ട് നമുക്ക് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. ഇത് നമ്മൾ ആദ്യ ഭാഗത്ത് വായിച്ച കാര്യമാണ്. ഇന്ന് കല്യാണത്തിൻ്റെ മാനദണ്ഡങ്ങൾ മറ്റു പലതുമാണ്. എത്ര വലിയ ഉദ്യോഗത്തിലിരിക്കുന്നു, ഡോക്ടറാണോ എഞ്ചിനീയറാണോ, അല്ലെങ്കിൽ എത്ര ശമ്പളം വാങ്ങിക്കുന്നു, ആരും സുഹൃത്തുക്കൾ ഉണ്ടോ എന്ന് ചോദിക്കാറില്ല. അങ്ങനെ ഒരു പതിവില്ല. അതല്ല മാനദണ്ഡം. സുഹൃത്തുക്കൾ അനേകം ഉണ്ടാവുക ഒരു മോശം കാര്യമായിട്ട് കാണുന്നവരുണ്ട്. സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ പിന്നെ അടിച്ചുപൊളിയായി പണം ദൂർത്തടിക്കാനുള്ള മാർഗങ്ങൾ സുഹൃത്തുക്കൾ വഴി കടന്നു വരുമെന്നൊക്കെയുള്ള ഭയമായി. ഇപ്പോൾ സുഹൃത്തുക്കൾ ഉള്ളത് അത്ര അപലഷണീയമാണോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല. ഇന്നത്തെ ലോകത്ത് സുഹൃത്തുക്കളുമായിട്ട് മദ്യപിക്കുക അല്ലെങ്കിൽ അങ്ങനെ ആർഭാടത്തിൽ ജീവിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. ആഘോഷപൂർവ്വം ജീവിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. പണത്തിൻ്റെ ഒരു ധാരാളിത്തം ഒക്കെ പലപ്പോഴും പല സൗഹൃദങ്ങളിലും കാണപ്പെടാറുണ്ട്. അതിനെ പലപ്പോഴും സ്ത്രീകൾ ഭയപ്പെടാറുമുണ്ട്. മദ്യപാനമൊക്കെ ചിലപ്പോൾ അതുവഴി കടന്നു വരാം. ഇപ്പോഴാണെങ്കിൽ മയക്കുമരുന്ന്, അങ്ങനെയൊക്കെ പല അപകടങ്ങളും ഈ സൗഹൃദ കൂട്ടായ്മയിലൊക്കെ പതുങ്ങിയിരിക്കും. അതിനെയൊക്കെ ഭയപ്പാടോടെ കാണുന്നവരാണ് സ്ത്രീജനങ്ങൾ. ഇവിടെ അതല്ല. സുഹൃത്തുക്കളൊരു വലിയൊരു മുതൽക്കൂട്ടാണ്. ഒരാപത്തിൽ സഹായമായിട്ട് വരുന്നത് സുഹൃത്താണ്. ഇവിടെ സുഹൃത്തുക്കളെല്ലാം സഹായത്തിനെത്തുകയാണ്. ഒരു വ്യത്യസ്തമായ ഒരു സത്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മളെല്ലാവരും ഈ മൊബൈൽ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് എല്ലാത്തിനും ആപ്പുകൾ. മലയാളത്തിൽ ആപ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ പാരയുന്നുണ്ട്. ഇതല്ല, ഇംഗ്ലീഷിൽ ആപ്പ് എന്ന് പറയും. ആഹാരം വീട്ടിൽ എത്തിക്കണോ, ആപ്പുണ്ട്. ഒരു ടാക്സി പിടിക്കണോ, ആപ്പുണ്ട്. നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ ഓട്ടോ ആപ്പ് വഴി വീട്ടിലെത്തും. സാധനങ്ങൾ ആപ്പ് വഴി വീട്ടിലെത്തും. പലചരക്ക് സാധനം ആപ്പ് വഴി വീട്ടിലെത്തും. ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകളൊക്കെ ഉണ്ട്. അതുവഴി നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും വീട്ടിലെത്തും. അപ്പോൾ
മനുഷ്യൻ ഏകനായിട്ട് ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ആധുനിക സമൂഹം ഒരു യാന്ത്രിക സമൂഹമാണ്, അല്ലേ? യാന്ത്രികമായിട്ടുള്ളൊരു ജീവിതമാണ്. എല്ലാം യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊരു കല്യാണം വന്നു കഴിഞ്ഞാൽ കൂട്ടായ പ്രവർത്തനമാണ്. സുഹൃത്തുക്കൾ ഓടിക്കൂടുന്നു, വിറക് കീറുന്നു, വെള്ളം കോരാനും പാചകപ്പുരയിൽ നിൽക്കാനും ഒക്കെ സുഹൃത്തുക്കൾ വരുന്നു. അങ്ങനെയൊക്കെ മാറി. എല്ലാം പൈസ ഉണ്ടോ, എല്ലാം ഓർഡർ ചെയ്യുക, സാധനങ്ങളൊക്കെ സമയത്തിനെത്തും. ഓഡിറ്റോറിയമുണ്ട്, അല്ലെങ്കിൽ അത് ഡെക്കറേറ്റ് ചെയ്യാൻ ആളിന് പൈസ കൊടുത്താൽ അത് ഡെക്കറേറ്റ് ചെയ്യും. അങ്ങനെയല്ല, പണ്ട് ഒരു കല്യാണം വന്നാൽ സുഹൃത്തുക്കളാണ് കല്യാണ പന്തലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. കസേര വലിച്ചിടാനും സൗകര്യങ്ങൾ ഒരുക്കാനുമൊക്കെ അവരാണ് ഓടിച്ചാടി നടക്കുന്നത്, അല്ലെങ്കിൽ ബന്ധുജനങ്ങളായിരിക്കും ഓടിച്ചാടി നടക്കുന്നത്. അപ്പോൾ സൗഹൃദങ്ങളുടെയൊക്കെ ഒരു ആവശ്യകത, പരസ്പരം സഹായിച്ചാലേ അവനെ സഹായിച്ചാലേ എൻ്റെ കാര്യത്തിന് ആ സുഹൃത്തെ കാണുകയുള്ളൂ, അല്ലെങ്കിൽ അവൻ എന്നെ സഹായിക്കത്തുള്ളൂ എന്നൊക്കെ ഒരു ധാരണയൊക്കെ പണ്ടുണ്ടായിരുന്നു. ആ ധാരണകൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ല എന്ന്. പണമുണ്ടെങ്കിൽ എല്ലാം ലഭ്യമാക്കുന്നൊരവസ്ഥ. അപ്പോൾ സൗഹൃദങ്ങൾക്കും അതിൻ്റെ ഒരു കോട്ടം തട്ടിയിട്ടുണ്ട്. അതാ പറഞ്ഞത്, ആധുനിക സമൂഹം ഒരു യാന്ത്രികമായിട്ടുള്ളൊരു ജീവിതമാണ് മനുഷ്യന് സമ്മാനിച്ചത്. അപ്പം അതിൻ്റെയൊക്കെ ഫലം നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ മഹത്തായ ഒരു പാഠം കഥയിലൂടെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആദ്യം സുഹൃത്തുക്കളെ ഉണ്ടാക്കിക്കൊണ്ടുവരും. ഈ വധു ചോദിക്കുന്നില്ല നിങ്ങൾക്ക് എത്ര ശമ്പളമുണ്ട്, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, കാറുണ്ടോ, വെൽ ഫർണിഷ്ഡ് വീടാണോ, അല്ലെങ്കിൽ അങ്ങനെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചോദിക്കപ്പെടുന്നില്ല. അതാണ് ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ ഒരു വലിയ തത്വം ഈ പെൺപരുന്ത് പഠിപ്പിക്കുകയാണ്. സഹായമാണ് ജീവിതം മുന്നോട്ട് പോകാൻ എപ്പോഴും ആവശ്യമെന്നുള്ളൊരു മഹത്തായ കാര്യം പഠിപ്പിക്കുകയാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ചുറ്റുപാടുമുള്ള ആൾക്കാർ, സുഹൃത്തുക്കൾ, സൗഹൃദങ്ങൾ ഒക്കെ ആവശ്യമാണ്. അവരുടെ സഹായങ്ങൾ ആവശ്യമാണ്. ഹസ്തം നീട്ടാൻ സുഹൃത്തുക്കൾ വേണം. ഇങ്ങനെയൊക്കെയുള്ള തത്വങ്ങൾ, അല്ലേ, ജീവിതത്തിൽ അത് വളരെ പ്രധാനമാണെന്ന് ഉള്ളൊരു പാഠം പഠിപ്പിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ മൂലധനം, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ ഈ പരുന്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനൊരു കഥ കൂടിയാണ് ഇത്. സൗഹൃദത്തിൻ്റെ ഒരു വില ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. സുഹൃത്തുക്കൾ വരുമ്പോൾ ശത്രുക്കൾ നിഷ്പ്രഭമായി പോവുകയാണ്. ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ആ ശക്തിക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അവർ ജീവനും കൊണ്ടുപോടുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഓടിയെത്താവുന്ന ദൂരത്തിൽ സുഹൃത്തുക്കൾ ഉണ്ട്. അവർ ഓടിയെത്തുകയാണ്. ഓരോരുത്തരായിട്ട് സഹായിക്കുകയാണ് പല മാർഗത്തിൽ. ഇന്ന് സൗഹൃദം വളരെ സംശയത്തോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. അവിടെ നിന്ന് ആ ഒരു ചിത്രത്തിൽ നിന്ന് വിഭിന്നമാണ് ഈ ചിത്രം. ഇവിടെ സൗഹൃദം ശക്തിയാണ്, അത് നിലനിൽപ്പാണ്, അത് മുന്നോട്ടുള്ള യാത്രയാണ്, അതൊരു കൂട്ടായ്മയാണ്, ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ബോധ്യം കൂടിയാണ്. എന്തായാലും ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കേൾക്കാം, കേട്ടുമുട്ടാം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.